Everyone, today we are going to discuss about microelectromechanical system or MEMS. Microelectromechanical system is a process technology used to create tiny integrated device or system that combine mechanical and electrical components. അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കോമ്പണൻസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൈനി ഇൻറ്റഗ്രേറ്റഡ് ഡിവൈസിനെയാണ് മെംസ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു മൈക്രോഫോണാണ്. അത് എത്രത്തോളം ചെറുതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പിക്ചറിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കോമ്പണൻസ് കമ്പൈൻ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ദേ ആർ ഫാബ്രിക്കേറ്റഡ് യൂസിങ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC, integrated batch processing technique and can range in from few micrometer to millimeters. അതായത് മൈക്രോമീറ്റേഴ്സും തൊട്ടിട്ട് മില്ലിമീറ്റേഴ്സ് വരെ ആയിരിക്കും അതിൻ്റെ സൈസസ് ഉണ്ടാവുക. The device have the ability to sense, control, actuate on micro scale and generate effect on the macro scale. അതായത് അതിനെ സെൻസ് ചെയ്യാനും അതേപോലെ കൺട്രോൾ ചെയ്യാൻ ആക്ച്വേഷൻ എല്ലാം ഏത് മൈക്രോ സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു മൈക്രോ ലെവൽ മൂവ്മെൻറ്റ് അതേപോലെ മൈക്രോ ലെവൽ സിഗ്നൽസിനെ സെൻസ് ചെയ്യാനൊക്കെ ഏത് ഉപയോഗിച്ചിട്ട് പറ്റും, ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് പറ്റും. പക്ഷേ എന്നിട്ട് അത് ജനറേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏത് ലെവലിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്കെയിലായിരിക്കും, മാക്രോ സ്കെയിലായിരിക്കും. നെക്സ്റ്റ്, ഇതിപ്പോൾ നിങ്ങൾക്കൊരു സ്കെയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ദിസ് ഈസ് നാനോ ടെക്നോളജി. അതായത് നാനോ റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു ഹീമോഗ്ലോബിൻ, HIV വൈറസ്, അതൊക്കെ എന്താണ് നാനോ റേഞ്ചിൽ വരികയാണ്. ദാറ്റ് ഈസ് ഫ്രം 1 നാനോമീറ്റർ ടു 100 നാനോമീറ്ററിലും നാനോ റേഞ്ചിൽ വരുന്നതാണ്. അതേപോലെ മെംസിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈക്രോമീറ്റർ ടു 1 mm വരെയുള്ള പാർട്ടിക്കിൾസ് ആണ് ഏതിൽ വരുന്നത്, മെംസിൽ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വളി ബാക്ടീരിയ, റെഡ് ബ്ലഡ് സെൽസ്, ഹെയർ, അതൊക്കെ ഏതാണ് മെംസിൽ വരുന്നതാണ്. ആൻഡ് മെഗാ സ്കെയിലാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ്, അതൊക്കെ ഹാൻഡ്, ഇതൊക്കെ എന്താണ് മെഗാ സ്കെയിലിൽ വരുന്നതാണ്. ഇത് വേറൊരു എക്സാമ്പിളാണ് വേറൊരു മെംസ് ഡിവൈസാണ് വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റർ ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കപ്പാസിറ്റർ, ഇൻഡക്ടർ, കാൻറ്റിലിവർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുമ്പോൾ ഇവിടെ ഒരു CMOS സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകാൻ എത്രത്തോളം സ്മോളാണ് ഡിവൈസ് എന്നുള്ളത്. നെക്സ്റ്റ്, ഹൗ ഇസ് ഇറ്റ് മെയ്ഡ്, അതായത് എങ്ങനെയാണ് മെംസ് ഡിവൈസ് ഉണ്ടാക്കുന്നത്. ഇപ്പം മെംസ് അല്ലെങ്കിൽ ഇപ്പം യൂറോപ്പിലെല്ലാം ഇതിനെ പറയുന്നത് പേരെന്ന് വെച്ചാൽ മൈക്രോ സിസ്റ്റം ടെക്നോളജി, MST എന്നാണ്. പിന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇതിന് മൈക്രോ മെഷീൻസ് ആണ് ഈ മെംസ് എന്ന് പറയുന്നതിന് പറയുന്നത്. ആൻഡ് മെംസ് ഇലക്ട്രോണിക് പാർട്ട് ആർ ഫാബ്രിക്കേറ്റഡ് യൂസിങ് കമ്പ്യൂട്ടർ ചിപ്പ് IC ടെക്നോളജി. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇലക്ട്രോണിക് പാർട്ടും ഉണ്ട് അതേപോലെ മെക്കാനിക്കൽ പാർട്ടും ഉണ്ട്. ഇലക്ട്രോണിക് പാർട്ട് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ചിപ്പ് IC ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് മെക്കാനിക്കൽ പാർട്ട് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫാബ്രിക്കേറ്റഡ് സോഫ്റ്റിക്കേറ്റഡ് മാനിപ്പുലേഷൻ ഓഫ് സിലിക്കൺസ് ആൻഡ് അതർ സബ്സ്ട്രേറ്റ്. അങ്ങനെയാണ് മെക്കാനിക്കൽ പാർട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെംസ് കോമ്പണൻസ്. അതായത് മെംസിൽ മെയിനായിട്ട് 4 കോമ്പണൻസ് ആണ്. ഒന്ന് മൈക്രോ ഇലക്ട്രോണിക്സ്, മൈക്രോ സെൻസേഴ്സ്, മൈക്രോ ആക്ച്വേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ മൈക്രോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 4 കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മെംസ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആണ്. ഇറ്റ് ആക്ട് ആസ് ദ ബ്രെയിൻ ഓഫ് ദി സിസ്റ്റം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിസീവ്സ് ഡാറ്റ, പ്രോസസ് ഡാറ്റ ആൻഡ് മേക്ക് ഡിസിഷൻ ഒക്കെ ചെയ്യുന്നത് ഏതാണ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആണ്. അപ്പം ഈ മൈക്രോ സെൻസേഴ്സ് എന്നുള്ള ഡാറ്റ റിസീവ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, ദെൻ ഫൈനലി ഒരു ഡിസിഷൻ സിഗ്നൽ, ഫൈനലി ഒരു ഔട്ട്പുട്ട് സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആണ്. നെക്സ്റ്റ്, മൈക്രോ സെൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ദാറ്റ് ആക്ടേഴ്സ് ലൈക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ആം, ഐ, നോസ് എന്നൊക്കെ പറയാം. അതൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്, മൈക്രോ സെൻസേഴ്സ് ആണ്. അപ്പം അത് പുറത്തു നിന്നുള്ള സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് അത് ഇൻഫർമേഷൻ എടുത്തിട്ട് എവിടത്തേക്ക് പാസ് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ ഇലക്ട്രോണിക്സിലേക്ക് പാസ് ചെയ്യുന്നത് ഏതാണ്, മൈക്രോ സെൻസേഴ്സ് ആണ്. ദ സെൻസർ മോണിറ്റർ മെക്കാനിക്കൽ these sensors can monitor mechanical, thermal, biological, chemical readings from the surrounding environment. Surrounding environment in the mechanical ആയിട്ടുള്ള റീഡിങ്സ്, അതേപോലെ തെർമൽ റീഡിങ്സ്, ബയോളജിക്കൽ റീഡിങ്, കെമിക്കൽ റീഡിങ്സ് ഒക്കെ മൈക്രോ സെൻസേഴ്സ് സെൻസ് ചെയ്യും.
ദെൻ മൈക്രോ ആക്ച്വേറ്റേഴ്സ്. മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ സ്വിച്ച് ഓർ എ ട്രിഗർ ടു ആക്ടിവേറ്റ് എൻ എക്സ്റ്റേണൽ ഡിവൈസ്. എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് വരുന്ന സിഗ്നൽസ്, അതായത് മൈക്രോ സെൻസേഴ്സ് ഒരു സറൗണ്ടിങ്ങിൽ സിഗ്നൽസ് സെൻസ് ചെയ്തിട്ട് അത് ഏതിലേക്ക് പാസ് ചെയ്തു, മൈക്രോ ഇലക്ട്രോണിക്സിലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് മൈക്രോ ഇലക്ട്രോണിക്സിൽ അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തു. ആ ഡിസിഷൻ ആ ഒരു ഫൈനൽ അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽ എവിടത്തേക്ക് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ആക്ച്വേറ്റേഴ്സിലേക്ക് കൊടുക്കും. മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സിഗ്നൽസിനെ എക്സ്റ്റേണൽ ഡിവൈസസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ എന്ത് ട്രിഗർ ചെയ്യുമെന്ന് വെച്ചാൽ മൈക്രോ ആക്ച്വേറ്റേഴ്സ് ട്രിഗർ ചെയ്തിട്ട് എക്സ്റ്റേണൽ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യും. അതായത് മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എവിടെ നിന്നുള്ള സിഗ്നൽസിൻ്റെ പ്രകാരം, മൈക്രോ ഇലക്ട്രോണിക്സ് എന്നുള്ള സിഗ്നൽസ് പ്രകാരം എന്ത് ആക്ടിവേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഇഫ് ദ ഡിസിഷൻ ഈസ് റീച്ച്ഡ് ഫ്രം മൈക്രോ ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആക്ച്വേറ്റേഴ്സിൽ ആ ഡിസിഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ മൈക്രോ ആക്ച്വേറ്റർ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും, എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഫൈനലി മൈക്രോ സ്ട്രക്ചേഴ്സ്. ആ മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർഫേസിൽ ഒരു സ്മോൾ സർഫേസിൽ ബിൽഡ് ചെയ്യും. സ്മോൾ സ്ട്രക്ചേഴ്സ് ബിൽഡ് ഓൺ സർഫേസ് ഓഫ് സിലിക്കൺ ചിപ്സ്. അപ്പോൾ സിലിക്കൺ ചിപ്പിൻ്റെ മേലെ എന്താ പറയുക സ്മോൾ സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് മൈക്രോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ്ഡ് ആസ് വാൾവ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഫ്ലോ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൾവ്സ് ആയിട്ട് യൂസ് ചെയ്യും, മൈക്രോ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ടു കൺട്രോൾ അതായത് വളരെ സ്മോൾ ഫിൽറ്റേഴ്സിലുള്ള അതായത് ചെറിയ ഫിൽറ്റേഴ്സിലുള്ള സബ്സ്റ്റൻസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പം നമുക്ക് വേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാൾവ്സ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ മൈക്രോ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ വളരെ ചെറിയൊരു സ്മോൾ സ്ട്രക്ചർ ആയിരിക്കും, അതൊരു ചിപ്പിൻ്റെ മേലെ ബിൽഡ് ചെയ്യുന്ന വളരെ സ്മോൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇതാണ് മെംസ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതായത് മൈക്രോ ഇലക്ട്രോണിക്സ്, മൈക്രോ സെൻസേഴ്സ്, മൈക്രോ ആക്ച്വേറ്റേഴ്സ്, മൈക്രോ സ്ട്രക്ചേഴ്സ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെംസ്. അഡ്വാൻറ്റേജസ് അറിയാം, പറഞ്ഞു വെരി സ്മോൾ ആണ്, സൈസിൽ, മാസിൽ, വോളിയത്തിൽ വളരെ സ്മോൾ ആയിരിക്കും. അതേപോലെ പവർ കൺസപ്ഷൻസ് വെരി ലോ ആയിരിക്കും. ദേ ആർ ചീപ്പ് ഇൻ കോസ്റ്റ് ആൻഡ് ഈസി ടു ഇൻറ്റഗ്രേറ്റ് ഇൻ ടു സിസ്റ്റം ആൻഡ് മോഡിഫൈ. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഈസിയാണ്, അതേപോലെ മോഡിഫൈ ചെയ്യാനും ഈസിയാണ്. ദേ ഹാവ് എ സ്മോൾ തെർമൽ കോൺസ്റ്റൻറ്റ് കുറവായിരിക്കും. ആൻഡ് യൂഷ്വലി ദ ബാച്ച് ആർ ഫാബ്രിക്കേറ്റഡ് ഇൻ ലാർജ് അറേ. ഈ ബാച്ച് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ലാർജ് ഒരുപാട് ഒരുമിച്ചിട്ടായിരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്യാൻ ബി ഹൈലി റെസിസ്റ്റൻറ്റ് ടു വൈബ്രേഷൻ, ഷോക്ക് ആൻഡ് റേഡിയേഷൻസ്. അതായത് വൈബ്രേഷൻസിന് അതേപോലെ ഷോക്കിന്, റേഡിയേഷൻസിലൊക്കെ ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസൈനിങ് ദം ഈസ് ടഫ് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് വെരി മച്ച് കോംപ്ലക്സ് പ്രൊസീജിയർ. അതായത് ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിലൂടെ കടന്നിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള പാർട്ടാണ്. അതേപോലെ ഈ ഫാം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ്, ഈ പ്രോസസ്സിങ് മാനുഫാക്ചറിങ് ആ ഒരു ഫാം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് മെംസ്. അപ്പം ഇവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ഡ്രിവൺ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റം ഫോർ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഹീറ്റിംഗ് കൂളിംഗ് സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട്. ആ സെൻസേഴ്സ് എന്ന് വെച്ചാൽ മൈക്രോ സെൻസേഴ്സ് ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ യൂസ് ചെയ്യാം, മെംസ് യൂസ് ചെയ്തിട്ടുള്ള മൈക്രോ സെൻസേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ മൈക്രോ എറേഴ്സ് ഫോർ ഹൈ ഡെഫിനിഷൻ പ്രൊജക്ഷൻ സിസ്റ്റംസ്, മൈക്രോ മിറർ അറേസ് ഫോർ ഹൈ ഡെഫിനിഷൻ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ അവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്മാർട്ട് ഡസ്റ്റ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ഇൻ മോളിക്കുലർ മാനുഫാക്ചറിങ് ക്ലീൻ റൂംസ്. അതായത് ചെറിയ ചേഞ്ചസ്, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെംസ് ഉപയോഗിച്ചിട്ട് ഡിവൈസ് യൂസ് ചെയ്യാം. മൈക്രോ നോസിൽസ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇങ്ക് ഇൻ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ്. അതായത് ഫ്ലോ ഓഫ് ഇങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ നോസിൽസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൈക്രോ ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ടൈനി ഗാരോസ്കോപ്പിൽ, ബാരോമീറ്റേഴ്സിൽ, ആസ്ട്രോമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ട് മൈക്രോഫോൺസ് അതിലൊക്കെ മെംസ് ഡിവൈസസ് യൂസ് ചെയ്യാം.
ഡിസ്പോസിബിൾ പ്രഷർ സെൻസേഴ്സ് ഫോർ യൂസ് ഓഫ് ഇൻ ഹെൽത്ത് കെയറിൽ ഡിസ്പോസിബിൾ പ്രഷർ സെൻസേഴ്സിൽ മെംസ് ഡിവൈസ് യൂസ് ചെയ്യാം. അതേപോലെ ഓപ്റ്റിക്കൽ സ്വിച്ചിങ് ഡിവൈസ് ദാറ്റ് അലോ വൺ ഓപ്റ്റിക്കൽ സിഗ്നൽ ടു കൺട്രോൾ അനദർ ഓപ്റ്റിക്കൽ സിഗ്നൽസ്. ഓപ്റ്റിക്കൽ സ്വിച്ചിങ് ഡിവൈസസിൽ എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെംസ് ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെംസ് വിത്ത് IC. അതായത് മെംസും ICയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും ഇതിൽ മെംസിൽ, പക്ഷേ ICയിൽ 2D സ്ട്രക്ചറാണ്. പിന്നെ അതേപോലെ ഈ ICയിൽ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് നമുക്കറിയാം എന്താണ്, ട്രാൻസിസ്റ്ററാണ്. പക്ഷേ എങ്കിൽ മെംസിൽ അങ്ങനെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഇല്ല. അതേപോലെ മൂവിങ് പാർട്ട് ICക്കില്ല. പക്ഷേ എങ്കിൽ എന്താണ്, ഇവിടെ എന്താണ് മൂവിങ് പാർട്ട് ഉണ്ട്. ആക്ച്വേറ്റേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്നാൽ ഇവിടെ നമുക്ക് മൂവിങ് പാർട്ട് ഉണ്ടാവും. അതേപോലെ ടോട്ടലി ഐസൊലേറ്റഡ് വിത്ത് എക്സ്റ്റേണൽ മീഡിയം. അതായത് ഇപ്പോൾ ഒരു മീഡിയം ആയിട്ട് എക്സ്റ്റേണൽ മീഡിയം ആയിട്ട് ഐസൊലേറ്റഡ് ആയിരിക്കും ഏത് IC. പക്ഷേ എങ്കിൽ ഇവിടെ മെംസിൽ അങ്ങനെയല്ല. എന്താണ്, നമ്മളിപ്പം സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് സറൗണ്ടിങ്സിലുള്ള സിഗ്നൽസ് കോണ്ടാക്ട് എന്താണ് എക്സ്റ്റേണൽ മീഡിയം ആയിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പം എന്താണ് ഇത് ഇൻ്റർഫേസ് ചെയ്തുമായിട്ട് എക്സ്റ്റേണൽ മീഡിയം ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ട് മെംസ്. പിന്നെ ഫങ്ഷൻ ഇൻക്ലൂഡ് ബയോളജിക്കൽ, കെമിക്കൽ, ഓപ്റ്റിക്കൽ. അതായത് ബയോളജിക്കൽ ഉണ്ട്, കെമിക്കൽ ഫങ്ഷനിങ് ഉണ്ട്, കെമിക്കൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്റ്റിക്കൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ബയോളജിക്കൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ IC എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ എങ്കിൽ അങ്ങനെയല്ല, ബയോളജിക്കൽ, കെമിക്കൽ, ഓപ്റ്റിക്കൽ ഫങ്ഷൻസിൽ മീൻസ് അവിടെയൊക്കെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ മെംസ് യൂസ് ചെയ്യുന്നുണ്ട്. പാക്കേജിങ് ഈസ് വെരി കോംപ്ലക്സ് ആണ് ഇതിൻ്റെ കേസിൽ, മെംസിൻ്റെ കേസിൽ. പക്ഷേ എങ്കിൽ എന്താണ് ICയുടെ കേസിൽ പാക്കേജിങ് ടെക്നിക്സ് ആർ വെരി വെൽ ഡെവലപ്ഡ്. നെക്സ്റ്റ് മെംസ് ആസ് മൈക്രോ സെൻസേഴ്സ്. അപ്പം സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് മെഷർ ഇൻഫോർമേഷൻ ഫ്രം സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് എൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ഇൻ റെസ്പോൺസ് ടു ദ പാരാമീറ്റർ ഇറ്റ് മെഷേർഡ്. അതായത് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ നിന്ന് സിഗ്നൽ ഇൻഫോർമേഷൻ സെൻസ് ചെയ്തിട്ട് അതിന് ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് നെക്സ്റ്റ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഇൻപുട്ട് സിഗ്നൽ, അതായത് സറൗണ്ടിങ്ങിലുള്ള ഇൻപുട്ട് സിഗ്നൽ ഈ മൈക്രോ സെൻസിങ് എലമെൻറ്റ് അതിന് സെൻസ് ചെയ്തു. ദെൻ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് ഉപയോഗിച്ച് അത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ മൈക്രോ ഇലക്ട്രോണിക്സിലേക്ക് പാസ് ചെയ്യും. സോ ഇതാണ് ഒരു മൈക്രോ സെൻസേഴ്സ്. അപ്പോൾ ഈ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റിന് ഒരു പവർ സപ്ലൈ വേണം. സോ MEMS ബേസ്ഡ് സെൻസേഴ്സ് യൂസ് ഇൻ ടിപ്പിക്കൽ കാർസിൽ നമ്മൾ കാറിൽ എവിടെയൊക്കെയാണ് MEMS സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്, മൈക്രോ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ്, കംപ്രഷൻ സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോഴ്സ് സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ക്രാഷ് സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടയർ പ്രഷർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സോസ്റ്റ് ഗ്യാസ് സെൻസേഴ്സ്, മൈക്രോഫോൺ ഫോർ നോയിസ് ക്യാൻസലേഷൻ, എയർ ബാഗ് സൈഡ് ഇമ്പാക്ട് സെൻസർ, ഫ്യൂവൽ സെൻസേഴ്സ്. ഈ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൽ ഇവിടെയൊക്കെ ഈ കാറിൻ്റെ ഈ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് MEMS ആസ് എ മൈക്രോ ആക്ച്വേറ്റേഴ്സ്. അത് നമുക്ക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആക്ച്വേറ്റർ ഈസ് എ കൺട്രോൾ ഡിവൈസ് ദാറ്റ് മേക്ക് സംതിങ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ദ പ്രോസസ് ഓഫ് മൈക്രോ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് മൈക്രോ ആക്ച്വേഷൻ. അതായത് മൈക്രോ മൂവ്മെൻറ്റിൻ്റെ ആ വളരെ ചെറിയ മൂവ്മെൻറ്റിലുള്ളതാണ് മൈക്രോ ആക്ച്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോ ആക്ച്വേറ്റേഴ്സ് ആർ ലൈറ്റ് ഇൻ വെയ്റ്റ്, കംഫർട്ടബിൾ ആൻഡ് പ്രിസിഷൻ ഡിവൈസ്. അതായത് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്, അതേപോലെ തന്നെ വെരി സ്മോൾ ഡിസ്റ്റൻസിലാണ് മോഷൻസ് ഉണ്ടാവും. അതായത് മൈക്രോ ആക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ മൂവ്മെൻറ്റാന്ന് പറഞ്ഞു. അപ്പം എന്താണ് ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മൈക്രോൺസ് ടു മൈക്രോൺസ് തൊട്ടിട്ട് വരെയുള്ള അത്രയും ഡിസ്റ്റൻസിൽ മാത്രമേ ആ മൂവ്മെൻറ്റ് ഇതിലുണ്ടാവും, മൈക്രോ ആക്ച്വേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ഫോഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മോഷനും ആ ഫോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ സൈസിലായിരിക്കും ഉണ്ടാവുക. അതായത് മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക മൈക്രോ ലെവലിലുള്ള മൂവ്മെൻറ്റ്സ് ഡിസ്റ്റൻസിൽ മാത്രം മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആക്ച്വേറ്റേഴ്സാണ് മൈക്രോ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. Then applications of micro actuators. Actuation of a micro mirror to scan laser beams. അതായത് മൈക്രോ മിററിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക മൈക്രോ ലെവലിലെ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്കിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവിംഗ്
ഓഫ് കട്ടിംഗ് ടൂൾസ് ഫോർ മൈക്രോ സർജിക്കൽ ആപ്ലിക്കേഷൻസ്. അതായത് കട്ടിംഗ് ടൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഡ്രൈവിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? മൈക്രോ ആക്ച്വേറ്റേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മൈക്രോ പമ്പ്സിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ വാൾസ് ഫോർ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ് ട്രാൻസ്പോർട്ടേഷനും അതേപോലെ ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ വാൾവ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വാൾവിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യും. ഡാറ്റ റീഡിംഗ് ആൻഡ് റീഡിംഗ് ടൂൾ, RF സിഗ്നൽ ട്യൂണിങ്ങിൽ, അതുപോലെ ഓപ്റ്റിക്കൽ സിഗ്നൽ സ്വിച്ചിങ്ങിൽ ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോ ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ MEMS മാനുഫാക്ചറിങ് പ്രോസസ്സ്. MEMS മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് MEMS മാനുഫാക്ചറിങ്ങിൽ 3 പ്രോസസ്സാണ്. ഒന്ന് ബൾക്ക് മൈക്രോമേഷനിങ്, അതേപോലെ സർഫസ് മൈക്രോമേഷനിങ്, അതേപോലെ ഹൈ ആസ്പെക്ട് റേഷ്യോ സിലിക്കൺ മൈക്രോമേഷനിങ്. അങ്ങനെ 3 പ്രോസസ്സ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ പഠിക്കാനുള്ള 2 പ്രോസസ്സ് മാത്രമാണ്. ബൾക്ക് മൈക്രോമേഷനിങ്ങും അതേപോലെ സർഫസ് മൈക്രോമേഷനിങ്ങുമാണ്. ഫസ്റ്റ് വൺ ബൾക്ക് മൈക്രോമേഷനിങ്. അപ്പം ബൾക്ക് മൈക്രോമേഷനിങ് എന്ന് പറയുന്നത് എന്നാൽ ഇറ്റ്സ് എ പ്രോസസ് യൂസ് ടു പ്രൊഡ്യൂസ് മൈക്രോ മെഷീനറി ഓർ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്. അത് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏത്? അതായത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൾക്ക് മൈക്രോ റെഫർ ടു ദ എച്ചിങ് ത്രൂ ബോത്ത് സൈഡ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് എ ബൾക്ക് മെറ്റീരിയൽ ടു ഫോം എ ഡിസൈഡ് സ്ട്രക്ചർ. അപ്പം നമ്മൾ ഏത് ഷേപ്പിലാണോ ആ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ മാനുഫാക്ചർ ചെയ്യേണ്ടത്, അപ്പം ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ എച്ച് ചെയ്യും. അത് ഒന്നുകിൽ 2 സൈഡ്സ് നിന്ന് എച്ച് ചെയ്യുക, ഫ്രണ്ടിൽ നിന്ന് എച്ച് ചെയ്യുക, ബാക്കിൽ നിന്ന് എച്ച് ചെയ്യുക, പിന്നെ ഏത് ഷേപ്പിലാക്കാണോ എച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് എച്ചിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചതാണ്. കാരണം ഈ ഒരു സർഫേസിൽ ഇതാണ് നമ്മൾ ഷേപ്പ് വേണ്ടത്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഷേപ്പ്. ആ ഒരു ഷേപ്പിൽ ബാക്കിയുള്ള പാർട്ടൊക്കെ എന്താണ് റിമൂവ് ചെയ്ത് പോകും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ബാക്കിയുള്ള പാർട്ടെല്ലാം സൊല്യൂബിളായിട്ട്, അതായത് അത് ഡിസോൾവ് ആയിട്ട് അത് റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് എച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ബൾക്ക് മൈക്രോ മെഷീനിങ്ങിൽ 2 ടൈപ്സ് എച്ചിങ് ഉണ്ട്. ദാറ്റ് ഈസ് വെറ്റ് കെമിക്കൽ എച്ചിങ്ങും അതേപോലെ തന്നെ ബൈ റിയാക്റ്റീവ് അയോൺ എച്ചിങ്ങും. ദാറ്റ് ഈ 2 എച്ചിങ്ങിലൂടെയാണ് ഈ പാർട്ടിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റ്. ആ സബ്സ്ട്രേറ്റിലെ കുറച്ച് പാർട്ടിനെ റിമൂവ് ചെയ്യാണ് എച്ചിങ്ങിലൂടെ. എന്നിട്ടാണ് ഡിവൈസ് ഫോം ചെയ്യുന്നത്, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ഡിവൈസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് എച്ചിങ് ഉണ്ട്. ഒന്ന് ഐസോട്രോപിക് എച്ചിങ്ങും അതേപോലെ ആൻഐസോട്രോപിക് എച്ചിങ്ങും ഉണ്ട്. ഐസോട്രോപിക് എച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഡയറക്ഷൻസിൽ എച്ച് ചെയ്യും. അതായത് അതിന് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല, എല്ലാ ഡയറക്ഷൻസിലും എച്ച് ചെയ്യും. പക്ഷേ അനൈസോട്രോപിക് എച്ചിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ എന്തുള്ളൂ എച്ച് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് അങ്ങനെയല്ല, എല്ലാ ഡയറക്ഷൻസിലും എച്ച് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ മാത്രമേ എച്ച് ചെയ്യുള്ളൂ. നെക്സ്റ്റ് സർഫേസ് മൈക്രോമെഷീനിങ്. അപ്പോൾ ബൾക്ക് മൈക്രോമെഷീനിങ് എന്ന് പറയുന്നത് ആ സബ്സ്ട്രാക്റ്റിലുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യലാണ്, ആ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. പക്ഷേ എങ്കിൽ സർഫേസ് മൈക്രോമെഷീനിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിമൂവിങ് അല്ല, അവിടെ ഡെപ്പോസിറ്റിംഗ് ആണ്. ആഡ് ചെയ്തിട്ട് സർഫേസിനെ അതിലേക്ക് ആ ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിലേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് ആ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് അതായത് ഏത് ഷേപ്പിലേക്കാണോ വരേണ്ടത് ആ ഷേപ്പിലുള്ള മെറ്റീരിയലിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇപ്പം ഇതാണ് സിലിക്കൺ സബ്സ്ട്രാക്റ്റ്. ഈ സിലിക്കൺ സബ്സ്ട്രാക്റ്റിന് മേലെ നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്തു? സിലിക്കൺ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്തു. ദെൻ ഇപ്പം ഒരു കാൻറ്റിലിവറിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ആ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്തു. അതായത് ഡെപ്പോസിറ്റ് ആൻഡ് പോളിക്രിസ്റ്റലൈൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഐസൊലേറ്റിംഗ് മെറ്റീരിയൽ, അതായത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പാർട്ട്, അതായത് ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് പാർട്ടുള്ള ഭാഗം എന്ത് ചെയ്യണം, നമുക്ക് റിമൂവ് ചെയ്യണം ഈ ഒരു ഷേപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ നൈട്രൈഡ് ഇതിൽ ആഡ് ചെയ്തു. ദറ്റ് ഈസ് സർഫേസ് മൈക്രോമെഷീനിങ് എന്താണ്, ബിൽഡ് മൈക്രോ സ്ട്രക്ചർ ബൈ ഡെപ്പോസിഷൻ ആൻഡ് എച്ചിങ് സ്ട്രക്ചറൽ ലെയേഴ്സ് ഓവർ എ സബ്സ്ട്രാക്ട്. അതായത് സബ്സ്ട്രാക്റ്റിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഒരു മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ മെറ്റീരിയലിനാണ് എച്ച് ചെയ്യുന്നത്. ബൾക്ക് മൈക്രോ മെഷീനിങ്ങിൽ എന്തായിരുന്നു, ആ
ആ സബ്സ്ട്രാക്റ്റിനെ തന്നെയാണ് എച്ച് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ്, ആ സബ്സ്ട്രാക്റ്റിൻ്റെ മേലെ ഒരു മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യും, ആ ഡെപ്പോസിറ്റ് ചെയ്ത മെറ്റീരിയലിനാണ് എച്ച് ചെയ്തിട്ട് മാറ്റുന്നത്. എന്നിട്ട് ആ ഷേപ്പിൽ ഏതാണോ ഷേപ്പിൽ വേണ്ടത് ആ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബൾക്ക് ആൻഡ് സർഫേസ് മൈക്രോമെഷീനിങ്. ആൻഡ് ദ പ്രോസസ്സിംഗ് നെക്സ്റ്റ്, അപ്പം ഇതിൽ സർഫേസിൽ എന്താണ്, സർഫേസ് മൈക്രോമെഷീനിങ് ബിൽഡ് മൈക്രോസ്ട്രക്ചർ ബൈ ഡെപ്പോസിഷൻ ആൻഡ് എച്ചിങ് സ്ട്രക്ചറൽ ലെയർ ഓവർ എ സബ്സ്ട്രേറ്റ്. ദ പ്രോസസ്സിംഗ് അബോവ് ദ സബ്സ്ട്രേറ്റ് and the foundation layer on which to build the material is added to the substrate. Material adinte mele add chedu, then form of layer of thin film. അതിങ്ങോട്ട് കാണാൻ പറ്റും, ഒരു തിൻ ഫിലിമിൻ്റെ ലെയർ ഫോം ചെയ്തു. ഈ സിലിക്കൺ എന്ന് പറഞ്ഞാൽ തിൻ ഫിലിമിൻ്റെ ലെയർ ഫോം ചെയ്തു. ദെൻ ഫൈനലി എന്താണ്, ആ ഒരു സ്ട്രക്ചർ ലെയർ ഫോം ചെയ്തതിന് ശേഷം പിന്നെ അതെന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം, എച്ചിങ്ങിലൂടെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് MEMS ആസ്ലോമീറ്റർ. അപ്പം MEMS ആസ്ലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, an ആസ്ലോമീറ്റർ is an electromechanical device that measure both static and dynamic oscillation. ഡൈനാമിക്കും സ്റ്റാറ്റിക്കും ആയിട്ടുള്ള ആസ്ലേഷൻസ് അല്ലെങ്കിൽ ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഡിവൈസാണ് ആസ്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ആസ്ട്രോമീറ്ററാണ്, ഒരു MEMS ആസ്ട്രോമീറ്ററാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രൂഫ് മാസ് അല്ലെങ്കിൽ മൂവബിൾ മൈക്രോ സ്ട്രക്ചർ ഉണ്ട്. ഇതൊരു മൂവബിൾ മൈക്രോ സ്ട്രക്ചറാണ്. അത് ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബേസ് സബ്സ്ട്രാക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ മെക്കാനിക്കൽ സസ്പെൻഷൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ തന്നെ മൂവബിൾ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്, ഒരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ട്, ഔട്ടർ പ്ലേറ്റ്സ് ഉണ്ട്. ഈ രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഫിക്സഡ് ഔട്ടർ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിക്സഡ് പ്ലേറ്റും അതേപോലെ ഈ മൂവബിൾ പ്ലേറ്റിൻ്റെ ഇതും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് വരും. അപ്പം ഈ ഒരു കപ്പാസിറ്റൻസ്, അത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്സിലറേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവബിൾ പ്ലേറ്റ്സ് മൂവ് ചെയ്യും. അതായത് ഇവിടെ ആക്സിലറേഷൻ സംഭവിക്കുമ്പോൾ മൂവബിൾ പ്ലേറ്റ്സ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിക്സഡ് പ്ലേറ്റും ഇത് മൂവബിൾ പ്ലേറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് x1 എന്ന് പറയുന്നത്, ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ x1 ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എന്താണ്, C = എപ്സിലോൺ എന്താ A/D ആണ്. അപ്പം ആ ഡിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ താഴെയും അതേപോലെ തന്നെ ഈ ഒരു ചേഞ്ച് x2 എന്ന് പറയുന്ന ഡിസ്റ്റൻസും ചേഞ്ചസ് ഉണ്ടാവും. അപ്പം അവിടെ ഒരു കപ്പാസിറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇവിടെ എന്താണ്, ഒരു C1 എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസും അതേപോലെ C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസിലും ഒരു ചേഞ്ചസ് ഉണ്ടായി. അതേപോലെ ഇവിടെയും അതേപോലെ ഒരു C1 ഉണ്ട്, താഴത്തെ കപ്പാസിറ്റൻസ് C2, ഇത് C1, ഇത് താഴത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C2. അപ്പോൾ മുകളിൽ അപ്പർ പാർട്ടിലുള്ളത് C1ഉം ലോവർ പാർട്ടിലുള്ളത് C2 ആണ്. അപ്പോൾ ഈ എല്ലാ അപ്പർ പാർട്ടിലുള്ള ഇതും എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഒരു പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്യുന്ന പറയുമ്പോൾ കപ്പാസിറ്റൻസ് എല്ലാം പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യുമ്പം മേലത്തത് ഇവിടെ എ കപ്പാസിറ്റി CA ആണെങ്കിൽ, ഇവിടുത്തെ CB ആണെങ്കിൽ, ഇവിടുത്തെ CC ആണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, CA + CB + CC. അത് ഫുൾ ആഡ് ചെയ്യും. സിമിലർലി C2 അങ്ങനെ തന്നെ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കപ്പാസിറ്റൻസും പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ഫൈനൽ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1ഉം അതേപോലെ തന്നെ താഴത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C2 ആയിരിക്കും. അതായത് ഈ ടോട്ടൽ കപ്പാസിറ്റൻസ്, അപ്പർ പാർട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് C1 എന്ന് പറയുന്നു. അതേപോലെ തന്നെ ലോവർ പാർട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസിന് ഓവറോൾ കപ്പാസിറ്റൻസിന് C2 എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, Vx + V0 × C1 + Vx - V0 × C2 = 0. ഈ Vx എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ പ്രൂഫ് മാസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് Vx എന്ന് പറയുന്നത്. അപ്പോൾ Vx എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ Vx കണ്ടുപിടിക്കും. അപ്പം Vx എന്ന് പറയുന്നത് എന്താണ്, V0 × C2 - C1 / C2 + C1 അതാണ് ഇക്വേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേറ്റ്സ് മൂവ് ചെയ്യും.
ഈ പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കപ്പാസിറ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ കപ്പാസിറ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊരു ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ എത്രയാണോ ആക്സിലറേഷൻ അപ്ലൈ ചെയ്ത് ആ ആക്സിലറേഷൻ പ്രൊപ്പോർഷനായിട്ട് കപ്പാസിറ്റൻസിൽ വാല്യൂസ് ചേഞ്ചസ് വന്നു. ആ കപ്പാസിറ്റൻസ് വാല്യൂവിൽ ചേഞ്ചസിന് പ്രൊപ്പോർഷനായിട്ട് എന്തൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് VX ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ആക്സിലറേഷന് പ്രൊപ്പോർഷനായിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ആക്സിലറേഷൻ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഏത് ഉപയോഗിച്ചിട്ട് ഒരു ആക്സിലോമീറ്റർ ഉപയോഗിച്ചിട്ട് മെംസ് ആക്സിലോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് സെൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെംസ് ആക്സിലോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.